നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഡ്യു ടെക്. ഇന്ന് ഈ വീഡിയോയിലൂടെ 2019 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത 10,000 രൂപയിൽ താഴെയുള്ള ഏറ്റവും കിടിലനായിട്ടുള്ള 8 സ്മാർട്ട് ഫോണാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ റാൻഡമായിട്ട് പറയുന്നതാണ്. ആദ്യത്തെയാണ് ബെസ്റ്റ്, ലാസ്റ്റത്തെ ബെസ്റ്റ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനിതൊരു ഗ്രൂപ്പായിട്ട് എടുത്ത് റാൻഡമായിട്ട് പറയുന്നുള്ളൂ. പിന്നെ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളൊരു ഗെയിമറാണെങ്കിൽ ഗെയിമിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫോൺ വാങ്ങാനായിട്ടും, അതായത് നിങ്ങൾ ക്യാമറയ്ക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ ക്യാമറ സ്പെസിഫിക്കേഷൻ കൂടുതലുള്ള ഫോൺ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോൺ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ 8 കിടിലൻ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് നോക്കാം. ആദ്യത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ Redmi Note 8 ആണ്. ഇതിൻ്റെ 6.39 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലൊരു 13 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് കമ്പനി. സ്നാപ്ഡ്രാഗൺ 665 പ്രോസസ്സറാണ് റെഡ്മി ഇതിന് നൽകിയിരിക്കുന്നത്. 4GB RAM 64GB വേരിയന്റിന് വരുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9,999, അതായത് 9,999 രൂപയും. ഇതിൻ്റെ തന്നെ 6GB RAM 128GB സ്റ്റോറേജിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,999 റുപ്പീസാണ് വരുന്നത്. കോഡ് ക്യാമറ സെറ്റപ്പിൽ വരുന്ന ഈ ഫോണിന് 48 മെഗാ പിക്സലിൻ്റെ f1.79 അപ്പർച്ചറുള്ള ഒരു പ്രൈമറി സെൻസറും, അതുകൂടാതെ തന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് 120 ഡിഗ്രി FOV തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിൽ ഉൾക്കൊള്ളുന്നു. 18 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 4000 mAh ബാറ്ററിയാണ് റെഡ്മി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ബോക്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിലുള്ള കളർ വേരിയൻ്റ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. നെപ്റ്റ്യൂൺ ബ്ലൂ, സ്പേസ് ബ്ലാക്ക്, അതുകൂടാതെ തന്നെ മൂൺലൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 3 കളേഴ്സാണ് Redmi Note 8 അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. രണ്ടാമത്തെ ഒരു ഫോണാണ് Realme 5S. ഇത് Realme 5ൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. ഈ സ്മാർട്ട് ഫോണിന് 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറും, അതുകൂടാതെ 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും, 2 മെഗാ പിക്സലിൻ്റെ മൈക്രോ ലെൻസും, 2 മെഗാ പിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് ലെൻസും ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. റിയർ ക്യാമറ സെറ്റപ്പിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഈ 4 ക്യാമറാസാണുള്ളത്. ഇത് 6.5 ഇഞ്ച് പ്ലസ് HD ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ 13 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൺ 665 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 10 വോൾട്ട് ചാർജിങ് ഉള്ള ഒരു 5000 mAh ബാറ്ററിയും കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 4GB 64GB വേരിയൻ്റ് ആണ് 10,000 അടുത്ത് തന്നെ, അതായത് 9,999 റുപ്പീസ് വരുന്നത്. ഇതിൻ്റെ തന്നെ 4GB 128GB വേരിയൻറ്റിന് ഏകദേശം 11,000 റുപ്പീസിൻ്റെ അടുത്താണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു ക്യാമറയാണ് വിവോ U10. ഇതിൽ 6.35 ഇഞ്ച് ഫുൾ HD പ്ലസ് IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS വാട്ടർ ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. ട്രിപ്പിൾ ലെൻസ് ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഫോണിൻ്റെ റിയർ സൈഡിൽ വരുന്നത്. ഒരു 13 മെഗാ പിക്സലിൻ്റെയും 8 മെഗാ പിക്സലിൻ്റെയും 5 മെഗാ പിക്സലിൻ്റെയും സെൻസേഴ്സ് ആണ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 665 പ്രോസസ്സറാണ് ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 18 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന 5000 mAh ഒരു ഹ്യൂജ് ബാറ്ററി കപ്പാസിറ്റിയും ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതിൻ്റെ 3GB 32GB പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,990 റുപ്പീസാണ്. അതുപോലെ തന്നെ 3GB 64GB വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9,990 അടുത്ത് വരും. അതുപോലെ തന്നെ 4GB 128GB സ്റ്റോറേജ് ഉള്ള ഇതിൻ്റെ വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10,990 റുപ്പീസാണ് വരുന്നത്. ഇതൊരു സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ചാൽ Redmi Note 7S ആണ്. ഇതെന്ന് പറഞ്ഞാൽ 6.3 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഇൻക്ലൂഡഡ്. അതിൽ തന്നെ 13 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും ഈ ഫോണിൽ ഇൻക്ലൂഡഡ് ആണ്. കോൾകോം സ്നാപ്ഡ്രാഗൺ 660 പ്രോസസ്സറാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വിക്ക് ചാർജ് 4 സപ്പോർട്ട് ചെയ്യുന്ന 4000 mAh ഒരു ബാറ്ററിയും ഈ ഫോണിൽ ഇൻക്ലൂഡഡ് ആണ്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഫോണിൻ്റെ റിയർ ക്യാമറയിൽ വരുന്നത്. ഒരു 48 മെഗാ പിക്സൽ f1.8 അപ്പർച്ചറുള്ള ഒരു പ്രൈമറി സെൻസറും, അതുകൂടാതെ തന്നെ 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഫോണിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പിൽ വരുന്നത്. ഇത് 3GB 32GB റാമിൻ്റെ 32GB വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8,999 ആണ്. അതുപോലെ തന്നെ 4GB 64GB വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 9,999 ആണ് വരുന്നത്.
അടുത്തൊരു ഫോണാണ് മോട്ടോറോള 1 Mark O. ഇതൊരു അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോണാണ് എനിക്ക് തോന്നി. കാരണം മോട്ടോറോള ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ 6.2 HD പ്ലസ് ടൈനി നോച്ച് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതുകൂടാതെ ഒരു 8 മെഗാപിക്സൽ f2.2 അപ്പാച്ചറുള്ളൊരു സെൽഫി ക്യാമറയും ഈ ഫോണിൽ ഇൻക്ലൂഡഡ് ആണ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G70 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് മാലി G72 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 10 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫോണിൽ 4000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയും ഈ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി റിയൽ ക്യാമറയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിനുള്ളത്. അതായത് 13 മെഗാപിക്സലിൻ്റെ f2.0 അപ്പാച്ചറുള്ള ഒരു പ്രൈമറി സെൻസറും അതുകൂടാതെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.2 അപ്പാച്ചറുള്ളൊരു ഡെപ്ത് സെൻസറും അതുകൂടാതെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.2 അപ്പാച്ചറുള്ള ഒരു മൈക്രോ ലെൻസുമാണ് കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4GB 64GB വേരിയന്റ് മാത്രമേ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 9,999 rupees ആണ് വരുന്നത്. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ Redmi 8 ആണ്. ഇതിന് 6.22 ഇഞ്ച് HD പ്ലസ് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്ത് 8 മെഗാപിക്സലിന്റെ ഒരു f2.0 അപ്പാസുള്ള ഒരു സെൽഫി ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. സോണി IMX 363 കൂടിയ ഒരു പ്രൊസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. അതുകൂടാതെ തന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിനകത്തുള്ളത്. അതായത് 12 മെഗാപിക്സൽ f1.8 അപ്പാച്ചറുള്ള ഒരു പ്രൈമറി സെൻസറും 5 മെഗാപിക്സലിൽ ഒരു ഡെപ്ത് സെൻസറുമാണ് കമ്പനി ഈ ഫോണിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ Qualcomm Snapdragon 439 പ്രൊസസ്സറാണ് ഒരു കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. 18 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5000 mAh ഹ്യൂജ് ബാറ്ററി കപ്പാസിറ്റിയും ഈ ഫോണിൽ ഇൻക്ലൂഡഡ് ആണ്. 3GB 32GB വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 7,999 അതുപോലെ തന്നെ 4GB 64GB വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8,999 rupees ആണ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു സ്മാർട്ട് ഫോണാണ് Nokia 4.2. ഇത് 5.71 ഇഞ്ച് HD പ്ലസ് ഡിസ്പ്ലേയോട് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 439 തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 3GB 32GB എന്ന് പറഞ്ഞ ഒറ്റ സിംഗിൾ വേരിയന്റ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൽ 13MB f2.2 അപ്പാച്ചർ പ്രൈമറി സെൻസറും ഒരു 2 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറും അങ്ങനെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ വരുന്നത്. അതുപോലെ ഒരു 3000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി മാത്രമേ ഈ ഫോണിന് അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റുള്ള ഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞൊരു ബാറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററിയാണ് ഈ ഫോൺ തരുന്നത്. അതുകൂടാതെ ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും കമ്പനി ഈ ഫോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി M30. ഇതെന്ന് പറഞ്ഞാൽ 6.4 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലേഡ് ഇൻഫിനിറ്റി വാട്ടർ ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് നമുക്ക് മികച്ചൊരു വീഡിയോ വ്യൂയിങ് കപ്പാസിറ്റി ഒക്കെ തരുന്ന ഒരു ഫോണാണ്. ഇതിന്റെ റിയർ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിനകത്തുള്ളത്. ഒരു 13 മെഗാപിക്സലിലെയും 5 മെഗാപിക്സൽ സെൻസറോട് കൂടിയ ഒരു ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. Octa-core Exynos 7904 പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ 3GB 32GB വേരിയന്റും 4GB 64GB വേരിയന്റും 6GB 128GB വേരിയന്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് 2019 ലോഞ്ച് ചെയ്ത 10,000 രൂപയിൽ താഴെ വരുന്ന ഏറ്റവും മികച്ചതെന്ന് എനിക്ക് തോന്നിയ ചില സ്മാർട്ട് ഫോണുകൾ. നിങ്ങൾക്കിതിന് എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കിത് കണ്ട ശേഷം നിങ്ങൾ മറ്റുള്ള ചാനൽസിൽ നിന്ന് മറ്റു റിവ്യൂസ് ഒക്കെ നോക്കിയ ശേഷം നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആണെന്ന് തോന്നിയ ഫോൺ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോണുകൾ ഏതെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ പോയി ക്ലിക്ക് ചെയ്തത് വാങ്ങാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെ സൈനിങ് ഓഫ്.